പറഞ്ഞ പോലെ തൊഴിൽ ചെയ്യാനുള്ളൊരു അവകാശം, ആ തൊഴിൽ ചെയ്യാനുള്ള അവകാശമാണ് ഈ സമരമുറകൾ കാരണം നമ്മൾ ഇല്ലാതാക്കുന്നത്. ഈ സമരമുറ വരുമ്പോഴത്തേക്ക് ഒരു ഓട്ടോ ഡ്രൈവർ ഒന്നുമില്ല, ഈ മത്സ്യം വിൽക്കുന്ന ആൾക്കാരുണ്ട്, വെജിറ്റബിൾസ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇന്നത്തെ ക്യാച്ച് നാളെ വിൽക്കാൻ ഒക്കൂല. അപ്പം അവർ വന്ന് വിൽക്കുന്ന അത് നാളെ ആൾ കാണൂല, അവരെന്തു ചെയ്യും? ഇതെല്ലാം കേടായി പോകുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്, ആ സമരം ആർക്കെതിരായിട്ട് ചെയ്യുന്നുണ്ടോ അവരെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ശരിക്കും കേരളത്തിന് ഇതൊരു ശാപമായി മാറി. കാരണം ആര് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 4-5 പേര് കൂടെ ചേർന്ന് നാളെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ തെരുവിൽ ഇറങ്ങും, ബ്ലോക്ക് ചെയ്യും, എല്ലാവരും വീട്ടിലിരിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ശ്രീ പിണറായി വിജയനായാലും ശ്രീ രാജീവ് ആയിരുന്നു, എല്ലാവരും അവർ കേരളത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബെറ്റർ ആക്കാനുള്ള ശ്രമം. അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു കണക്ക് വന്നിരുന്നു, ഏകദേശം ഇരട്ടി കൂടുതൽ തൊഴിലവസരങ്ങൾ IT രംഗത്ത് സൃഷ്ടിച്ചു. വളരെ കറക്റ്റാണ്. കാരണം ഇന്ന് കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷം പേർക്ക് അല്ലെങ്കിൽ 2 ലക്ഷം പേർക്ക് IT രംഗത്ത് ജോലിയുണ്ട്. കർണാടകത്തിൽ എത്ര പേർക്കുണ്ടെന്നറിയാം? 40 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ. 30-40 ലക്ഷം ആൾക്കാർ കർണാടകത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യണം മലയാളികളെക്കാളും കൂടുതൽ ആൾക്കാർ കർണാടകത്തിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, ആന്ധ്രയിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, തമിഴ്നാട്ടിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും നാളെ ഒരു പ്രശ്നവും വരില്ല. കാരണം അവരെ ആരും നിർബന്ധിക്കുന്നില്ല, സമരം ചെയ്യാൻ നിർബന്ധിക്കില്ല, അവരെ തടയുന്നില്ല. അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകാം, അവരുടെ ഷോപ്പിങ്ങിന് പോകാം, ഒരു കുഴപ്പമില്ല. കേരളത്തിൽ മാത്രം ഈ സമര രീതി എന്തിന്? ഞാൻ ശരിക്കും കഴിഞ്ഞ ഇതേപോലൊരു ഡിസ്കഷൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ കേരളം നശിപ്പിക്കണമെന്ന് എന്തുകൊണ്ട് ഇത്ര നിർബന്ധം? കാരണം ഇന്ന് നടക്കുന്ന സമരമുറകൾ കേരളത്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, മറ്റൊരു സംസ്ഥാനത്തിലും ജനജീവിതത്തെ ബാധിക്കുന്നില്ല. അവിടുത്തെ തൊഴിലാളികൾ നേരത്തെ ഷാഷി പറഞ്ഞ പോലെ അവർക്ക് ജോലി ചെയ്യണമെന്ന് സമരം ചെയ്യണമെന്നൊരു സമരം ചെയ്യുന്നു, സമരം ചെയ്യാത്തവർ സമരം ചെയ്യാതെ തൊഴിലിന് പോകുന്നു. ആ ഒരു രീതി, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രൂട്ട് ഫോഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്തിനാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്? ഒരു കാര്യം എല്ലാ നേതാക്കന്മാരും പറയട്ടെ, ജോലി ചെയ്യണം താല്പര്യമുള്ളവരെല്ലാം ജോലി ചെയ്യട്ടെ, സമരം ചെയ്യണമല്ലോ സമരം ചെയ്യാൻ ഞങ്ങൾ തടയില്ല, പറഞ്ഞോട്ടെ. വാഹനം എടുക്കുന്നവർ വാഹനം എടുത്തോട്ടെ, ഞങ്ങൾ തടയില്ല. പ്രൈവറ്റ് ബസ്സുകാർക്ക് ബസ് എടുക്കണം, ഞങ്ങൾ കല്ലെറിയില്ല. ആ ഒരു രീതിയിലുള്ളൊരു സമരം. എന്നിട്ട് ആ സമരം വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, സമരമുറകൾക്ക് മാറ്റം വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രീതികളുണ്ട്. സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. കാരണം ഇന്ന് സമരം എഫക്റ്റ് ചെയ്യുന്നത് മലയാളിയെ മാത്രം. ഏത് നാഷണൽ ബന്ദ് വന്നാലും മലയാളികളെ മാത്രം ഇതിനുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു സമരമെങ്കിലും നിങ്ങൾ പറയുക മലയാളിയെ കേരളത്തിൽ ബാധിക്കുന്ന, ഞങ്ങൾ മറ്റ് സ്ഥലത്ത് പോയി ഞങ്ങൾ സമരം ചെയ്ത് അവിടെ തടയാൻ, ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ തടയാൻ നോക്കട്ടെ. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ബന്ദിൻ്റെ അന്ന് അവർ തടയില്ലല്ലോ. അവരുടെ അന്ന് രാവിലെ അവർ ഒരു ഇത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആളുകൾ ജോലിക്ക് പോകും, വൈകുന്നേരം വീണ്ടും ഒരു പ്രകടനം ചെയ്യും. അവർക്ക് ബന്ധായിരിക്കും, ഹർത്താലായിരിക്കും, എന്തായിരുന്നാലും തടയില്ല. വണ്ടികളെ തടയില്ല. രാവിലെ കുറച്ചു നേരം ഒരു ഇത് വരും, പ്രൊട്ടസ്റ്റ് കാണും, ആൾക്കാരെ അറിയാൻ ടെലിവിഷൻ കവർ ചെയ്യും. പക്ഷെ അവർ ബിസിനസ്സിനെ തകർക്കില്ല. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലായി, നമ്മൾ പലപ്പോഴും ഈ തൊഴിലിൻ്റെ അവകാശങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ഗവൺമെന്റ് ജീവനക്കാർക്കും പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്നവരും, അവരാണല്ലോ കുറേയൊക്കെ സമരത്തിന് പോകുന്നത്, അല്ലെങ്കിൽ മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അവർക്ക് കിട്ടുന്നതിൻ്റെ 1% നമ്മൾ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവർക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? നമ്മൾ പാവപ്പെട്ടവരുടെ കാര്യം പറയുന്നുണ്ട്, അവർക്ക് ഒരു യൂണിവേഴ്സൽ ഇൻകം സ്കീം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഇതിൻ്റെ അകത്ത് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുന്ന എൻ്റെ ആ ജോലിയും എൻ്റെ പ്രൊട്ടക്ട് ചെയ്യാൻ എങ്ങനെ പറ്റും, എന്തെങ്കിലും എനിക്ക് പറ്റി എൻ്റെ മക്കൾക്ക് ഒരു ജോലി കിട്ടുമോ എന്നുള്ളതാണ്. ഇന്ന് പിന്നെ പലർക്കും ആ ഒരു ചിന്തയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ മക്കളെല്ലാം കേരളം വിട്ട് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ പോയി. ഒന്ന് നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ വിനുവിനോട് റിക്വസ്റ്റ് ഉള്ളത്, വിനു നാളെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ പ്രധാനപ്പെട്ട സിറ്റിയിലെയും ട്രാഫിക് കാണിക്കുക, എന്നിട്ട് അവിടെ ഉള്ളത് കാണുമ്പോഴത്തേ എന്നിട്ട് കേരളവും കാണിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും കേരളത്തിനോട് ഈ സമരം എന്തുമാത്രം ദ്രോഹമാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ശരിക്കും ഈ സമരത്തിന് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ശ്രീ പിണറായി വിജയനും രാജീവും മറ്റും ചെയ്യുന്ന ഈ കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. കാരണം എനിക്കൊരു പോസ്റ്റ് ഇടണമെന്നുണ്ട്, പക്ഷെ ഞാൻ പോസ്റ്റ് ഇടുന്നത് ലിങ്ക്ഡിനിലാണ്. ഇനി നാട്ടുകാർ അറിയേണ്ട കേരളത്തിൽ ഈ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ഞാൻ പോസ്റ്റ് ഇടാത്തതാണ്. കാരണം ആ ഒരു ഇതിൽ കേരളത്തിൻ്റെ ഒരു ഇമേജ് കുറേ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. ആ ശ്രമം വീണ്ടും പരാജയപ്പെടുത്തുകയാണ്.
ബിനുവിന് ഓർമ്മയുണ്ടോ, നമ്മൾ ഒരിക്കലും ഒരു ചർച്ചയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇതേ സബ്ജക്റ്റിൽ ഒരു ചർച്ചയായിരുന്ന ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ ഒരു മേജർ മീറ്റ് നടക്കണതിന്റെ തലേന്ന് കൊണ്ടുവന്ന ഒരു ഹർത്താൽ വെച്ചു, ഇതേപോലെ ഒരു ജനറൽ പണിമുടക്ക് വെച്ചു. ആ പണിമുടക്കാരനും വന്ന ചീത്തപ്പേര് എന്തുമാത്രമായിരുന്നു അറിയാം. അത് കടന്ന് ഒരുമാതിരി വരുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ നാളെ ആരെങ്കിലും ഒരാൾ ചെക്ക് ചെയ്യാണ് ഇന്ത്യയിൽ എവിടെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും കേരള ഇസ് നോട്ട് ഫിറ്റ് ബിക്കോസ് ദേ വർ ഷട്ട് ഡൗൺ, ദേ വർ ഫോഴ്സ്ഡ് ടു ഷട്ട് ഡൗൺ. ഇതിലൊരു മാറ്റം വരണം, സമര രീതികൾക്ക് ഒരു മാറ്റം വേണം. വേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞ നേതാക്കന്മാരെല്ലാം കൂടി ഇരുന്നിട്ട് ലെറ്റ് us think of new ways of protest. Think of a new way of protest. നേരത്തെ പറഞ്ഞല്ലോ ലോങ് മാർച്ച് ചെയ്യുക, കുഴപ്പമില്ല, നിങ്ങൾക്ക് സപ്പോർട്ട് കൂടും. നിങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരന്റെ വരുമാനം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സമരവും വിജയിക്കില്ല. അത് ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സിമ്പതി പോലും ഇല്ലാതാക്കും. നാളെ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുന്ന ഒരാള് ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെ പറ്റി അവർ പോസിറ്റീവായിട്ട് പറയോ? നാളെ മത്സ്യം വിൽക്കാൻ പറ്റാത്ത ആ തൊഴിലാളി അവരെന്തെങ്കിലും ഒരു ട്രേഡ് യൂണിയനെ പറ്റി പോസിറ്റീവായിട്ട് പറയോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ സമരമുറകൾ ഈ പറയുന്ന സമരമുറകളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ യു വിൽ ലൂസ് യുവർ റെലവൻസ്. ആ റെലവൻസ് ഇല്ലാതായി തുടങ്ങി എന്നുള്ള ഷുവറാണ്. ഇപ്പോഴും വരെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രൂട്ട് ഫോഴ്സ് കൊണ്ട് നമ്മൾ പലരും തടയുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതും പണ്ടത്തെ പോലെ ഇല്ല. പണ്ട് ഭയങ്കര ബ്രൂട്ട് ഫോഴ്സ്, ഇന്ന് അതിനുള്ള ധൈര്യമുള്ള ആൾക്കാരും കുറവാണ്. പലരും റോഡിൽ എവിടെയെങ്കിലും ഒന്ന് തടയും, അല്ലെങ്കിൽ ഒരു കല്ലെടുത്തോണ്ടും പിന്നെ പോലീസുകാർ പറയും അതിലെ കൂടെ പോകാൻ, നിങ്ങൾ വേറെ മാറിപ്പൊക്കോളാൻ പറയും. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും ഒരു 10 പേരെ വെച്ച് ഡൽഹിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മന്ത്രി ഒന്ന് തടയാൻ നോക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ തടയാൻ നോക്കുക. ആർക്കെതിരായിട്ടാണ്, ആരുടെ പോളിസീസിനെതിരായിട്ടാണോ ചെയ്യുന്നത്, അവരെ ഇമ്പാക്ട് ചെയ്യാത്ത ഒരു സമരവും വിജയിക്കില്ല എന്ന് മാത്രമല്ല, യു വിൽ ലൂസ് പബ്ലിക് സപ്പോർട്ട് ഇൻ ദിസ്.